വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള യാത്രയിലാണ് കേരള പോലീസ് കുറച്ചു നാളുകളായി. ഇപ്പോൾ നിങ്ങൾ കേട്ടത് ഇന്നോ ഇന്നലെയുള്ള ചോദ്യമോ ഉത്തരമോ അല്ല. 8 വർഷങ്ങൾക്ക് മുമ്പ് DGPയുമായുള്ള അഭിമുഖമാണ്. ഈ വീഡിയോ മുഴുവനായി കാണുക. ഇതുവരെ കേരള പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് വ്യക്തമാകും. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കുള്ള യാത്രയിലാണ് കേരള പോലീസ് കുറച്ചു നാളുകളായി. മാവോയിസ്റ്റ് വേട്ട മുതൽ ദേശീയഗാനത്തെ അവഹേളിച്ചതിനെടുത്ത കേസുകൾ വരെ BJP ബന്ധം പോലും പോലീസ് തലപ്പത്തുള്ളവർക്കെതിരെ പലരും ആരോപിക്കുന്നു. DGP ലോക്നാഥ് ബെഹ്റ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. സ്വാഗതം. നമസ്കാരം. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യുമെങ്കിൽ ഏത് വകുപ്പനുസരിച്ച്? അങ്ങനെ നിയമമില്ല. ഇല്ല. അവരെ ഇടിച്ചു. അതവർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി. ഇടിച്ചല്ലോ, അവരെ പിടിക്കണ്ടേ? യെസ്, അതിലെ ഉണ്ട്. സി അറ്റ് ഇത് ഇടിച്ചു മീൻസ് ഇഫ് ഐ സ്ലാപ്പ് യു, ദാറ്റ് ഇസ് എ നോൺ കോഗ്നൈസബിൾ ഓഫൻസ്. ദേശീയഗാനം പാടിയപ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, അത് കണ്ട് പുറയുന്നുള്ളവർ അടിച്ചു. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് ഈ അടി കിട്ടിയവരെയാണ്. അക്കോർഡിംഗ് ടു യു ഓൾസോ അവരെ വിട്ടത് അങ്ങനെയാണ്. അപ്പം തന്നെ വിടണമല്ലോ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊണ്ടുപോയല്ലോ, പുറത്ത് വെച്ച് വിടാം. അവരെ വിട്ടത് അന്ന് രാത്രിയാണ് ആണല്ലോ. അതെന്താ ആ സർക്കംസ്റ്റാൻസസ് വി ഹാവ് ടു അനലൈസ്. സപ്പോസ് ഈ ആളൊക്കെ അവിടെ പുറത്ത് വിട്ട ശേഷം ദേ കം ബാക്ക് ആൻഡ് ബീറ്റ് ദീസ് പീപ്പിൾ or other people come and beat these people outside. അങ്ങനെ പോലീസ് സ്റ്റേഷൻ ഈസ് ദ സേഫസ്റ്റ് പ്ലേസ്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ അടിച്ചവരെയും കൂടെ ഒന്ന് പിടിച്ചാൽ അതൊരു കുറച്ചുകൂടെ പോലീസിങ് നന്നാവില്ലേ? അവരെ തൊട്ടിട്ടില്ല, അതെന്താ? അതിന് അവർ ആവശ്യമില്ല. കാരണം ദിസ് ഈസ് എ ടു സേവ് ദീസ് പീപ്പിൾ. വഴി കൂടെ കുറച്ച് പെൺകുട്ടികൾ നടന്നു പോകുമ്പോൾ അവരെ കമൻ്റ് അടിച്ചു. പെൺകുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ചെയ്യാറില്ല. No, for safety. I'm saying a counter argument. For safety. And they are kept in the police station for 6 hours. കാരണം ഇനി വന്ന് കമൻ്റ് അടിച്ചാലോ പേടിയാണല്ലോ പോലീസിന്. അപ്പോഴും യു ആർ ആക്ച്വലി ഡൈല്യൂട്ടിങ് യുവർ പോയിന്റ്. ഐ എം സ്പെസിഫൈങ് മൈ പോയിന്റ് ബിക്കോസ് ഒരാൾ മറ്റൊരാളെ അടിച്ചു. ഈ അടി കൊണ്ടയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 6 മണിക്കൂർ വെച്ചിരിക്കുകയാണ്. രാത്രി വച്ചിട്ടില്ല. ദാറ്റ് ഈസ് എ റോങ് ഇൻഫർമേഷൻ. എത്ര മണിക്കൂർ? ഐ ഡോണ്ട് നോ, ബട്ട് ഇറ്റ് വാസ് നോട്ട് 6 മണിക്കൂർ. കാരണം വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ഞങ്ങൾ അവർ കവർ ചെയ്യുമ്പോൾ രാത്രി 9 മണി 10 മണി ബുള്ളറ്റിലാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ 10 മണി ബുള്ളറ്റിലാണ് ഞങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വിഷ്വൽ വരുന്നത്. അപ്പോൾ എങ്ങനെയായാലും കുറേ സമയം എടുത്തിട്ടുണ്ട്. One thing is that I cannot tell you the exact time exactly, but the question, I thought that situation was saved from a grave situation of fights and other things. അതിൽ വിവാദങ്ങൾ ഇപ്പോൾ ആക്ച്വലി ആ പ്രശ്നങ്ങൾ അവിടെ തീർത്ത്. The matter is over there. We don't want to dig up that particular thing. But I want to dig up. The question is, that is your look up, but I will not answer you. ദേശീയഗാനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ടാണ് താങ്കൾ പറയുമ്പോൾ അടിച്ചതുകൊണ്ട് അവരെ രക്ഷിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് പോലീസ് പറയുമ്പോൾ സംശയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞത്. എന്നാലും DGP പറയുകയാണ്, ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. എൻ്റെ ചോദ്യം പക്ഷേ ഇപ്പോഴും കമൽ സി ചാവറ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഫേസ്ബുക്കിൽ ദേശീയഗാനത്തെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു 4 വരി ഇട്ടപ്പോൾ അയാൾക്കെതിരെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സെഡീഷൻ, രാജ്യദ്രോഹം ചുമത്തുന്നു. ദേശീയഗാനം ആലോചിച്ചപ്പം എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ ദേശീയഗാനത്തിൻ്റെ കാര്യത്തിൽ പോലീസിന് കുറച്ച് ആവേശം കൂടുതലുണ്ടോ? അതാണ് ഒരു സംശയം. നമുക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ ഇമോഷണൽ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സെഡീഷൻ? ഒരു പോലീസ് എന്തിനാണ് അങ്ങനെ ഒരു ചിന്ത പോകുന്നത്? എന്തിനാണ്? നമുക്ക് സെഡീഷൻ ചാർജ് ചെയ്ത് കളയാം, തെറ്റാണത് വേറെ കാര്യം. പക്ഷേ ഒരു SI ഒരു കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു CI ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പിന്നിലൊരു ചിന്തയുണ്ടല്ലോ. ആ ചിന്തയാണ് നമുക്ക്. ചില സമയത്ത് ചിന്ത ഉണ്ടാക്കില്ല. ഞാൻ സബ് ഇൻസ്പെക്ടർക്ക് നേരിട്ട് ഇന്നലെ സംസാരിച്ചു. കാരണം നിങ്ങൾ എന്നെ വിളിച്ചതുകൊണ്ട് എനിക്കറിയാമായിരുന്നു നിങ്ങൾ യു വിൽ ആസ്ക് മീ ദി ക്വസ്റ്റ്യൻ. സബ് ഇൻസ്പെക്ടർ ഡയറക്റ്റ് സബ് ഇൻസ്പെക്ടർ ഞാൻ പറഞ്ഞു, ഡിഡ് യു ഗെറ്റ് എനി ഡയറക്ഷൻ ദാറ്റ് ടു ഗെറ്റ്? ഹി സെഡ്, സാർ എനിക്ക് ആക്ച്വലി ഐ കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് എ സെക്ഷൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതൊരു പോട്ടെ, ഇങ്ങനെ ഒരു സെക്ഷൻ ഇട്ടു. This is what he told me. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷൻ is a very dangerous place. No, it is not. Because sometimes some mistakes also take place. കാരണം മീഡിയ ഇത് വാർത്തയാക്കിയില്ലായിരുന്നെങ്കിൽ, താങ്കൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, DGP അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവം എല്ലാം വന്നത്. അല്ലെങ്കിൽ സെഡീഷൻ അയാൾ അകത്ത് പോയേനെ, കുറച്ച് ദിവസമെങ്കിലും അകത്ത് കിടന്നേനെ. ഇല്ലേ? ഇല്ല. അതൊരു കൺജക്ചർ ആവും. ഞാൻ പറഞ്ഞ കാര്യം കൺജക്ചർ ആവും. അതോ ഇപ്പോൾ ആയിട്ടില്ലല്ലോ. അല്ല, DGP ഇടപെട്ടതുകൊണ്ടാണ്, മാധ്യമങ്ങൾ വാർത്തയാക്കിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ DGPയുടെ മാത്രം ഇടപെട്ട കാര്യം ഞാൻ ഡോണ്ട് വാണ്ട് ടു ബീറ്റ് മൈ ഡ്രംസ്. എനിവേ, ദേശീയഗാനത്തെ അപമാനിക്കൽ 2 തരത്തിൽ, എഴുത്തിലൂടെ ആയാലും എഴുന്നേറ്റ് നിൽക്കാതെ ആയാലും അതിൽ പോലീസ് നടപടി എടുക്കുന്നു. പക്ഷേ
പോലീസ് അതേസമയം സംവിധായകൻ കമലിൻ്റെ വീട്ടിൽ പോയി ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. 2016 ജനുവരി 5 സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റീവിൽ എങ്ങനെയൊക്കെ ദേശീയ ഗാനം ഉപയോഗിക്കരുത്, അതിൽ പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായി ദേശീയ ഗാനം ഉപയോഗിക്കരുതെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. സമരം നടത്തിയത്, കമലിൻ്റെ വീട്ടിൽ സമരം നടത്തിയത് BJP-കാരാണ്. അവർക്കെതിരെ കേസ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രണ്ട് കാര്യത്തിൽ വളരെ എഫക്റ്റീവായി ഇടപെട്ട പോലീസ്, അതിൻ്റെ നിയമവശങ്ങൾ ആലോചിച്ച ആളുകൾ ഈ കാര്യത്തിൽ എന്താണ് കേസേ ഇല്ല എന്ന് പറഞ്ഞു. Actually, I am not aware of this particular thing. ദേശീയ ഗാനം ആലപിച്ചാണ് പ്രതിഷേധിച്ചത്. പരാതിയുമുണ്ട്. No, listen. പ്രതിഷേധം നടത്തിയിട്ട് വയലൻസ് ഇല്ലെങ്കിൽ അത് കേസ് വരില്ല. അതാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പ്രതിഷേധങ്ങളിലും കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതല്ല ഞാൻ പറയുന്നത്, ദേശീയ ഗാനം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു സെൻട്രൽ ഗവൺമെൻറ് ഡയറക്റ്റീവ് ഉണ്ട്. അതാണ് 2016 ജനുവരി 5 എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനും വന്ന കത്തിലുള്ളത്. ഉപയോഗിക്കാൻ പാടില്ല, അത് നിയമമാണ്. അങ്ങനെ ഒരു പരാതിയും ഇവർക്കെതിരെ ഒരു പരാതിയും പോലീസ് കിട്ടിയിട്ടുണ്ട്. പോലീസ് നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ആരോപണം. ഇത് മുഴുവൻ പറയുന്നത് ആദ്യത്തെ രണ്ട് കാര്യത്തിൽ പരാതിക്കാർ BJP-കാരായിരുന്നു. BJP അനുഭവമുള്ള ആളുകളായിരുന്നു. ഇതിൽ പ്രതികൾ BJP-കാരാണ്. If anybody has done anything wrong, I don't see that ഇത് BJP ആണോ കോൺഗ്രസ് ആണോ CPM ആണോ or CPI ആണോ അതൊന്നും ഞാൻ നോക്കാറില്ല. ഇതോടെ യു ക്യാൻ ട്രസ്റ്റ് മീ. ദിസ് ഈസ് വാട്ട് ഐ ഹാവ് സെഡ് ദാറ്റ് ഇതോടെ ഏതെങ്കിലും ആൾ ഒന്നും ചെയ്തിട്ട് നമുക്ക് ഒരു ആക്ഷൻ എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കണം. ഈ സമയത്ത് ചില ആൾക്കാരുടെ കുറിച്ച് ചില തെറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കില്ല, ഓർ ഓവർ എൻതൂസിയാസം കാണും. ഇത് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ റെസ്പോൺസിബിലിറ്റി ആരോടാണ്? സീനിയർ ഓഫീസർമാരോട്. ചില സമയത്ത് സബ് ഇൻസ്പെക്ടർ ലെവലിൽ കുറേ ഓവർ എൻതൂസിയാസം ഉണ്ടാക്കും. കറക്റ്റ്. ഇനിയും കുറേ ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്ത് വരുന്നുണ്ട്. ഇപ്പോൾ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കുപ്പു ദേവരാജിൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ പൊറ്റമ്മൽ വെച്ച് ആ ബോഡി തടയുന്നു. അതും BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അന്നും കേസ് എടുത്തിട്ടില്ല. അതേസമയം ബോഡി പൊതുദർശനത്തിന് വെക്കരുത് എന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അത് കുപ്പു ദേവരാജിൻ്റെ ബ്രദറിനാണ് കൊടുത്തത്. അതിൽ പറയുന്നത് ദ സെയിം വിൽ ലീഡ് ടു സീരിയസ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് ആസ് ദ ജനറൽ പബ്ലിക് ആർ ഒപ്പോസ്ഡ് ടു ദ മൂവ്. ഈ ബോഡി കൊണ്ടുപോകരുതെന്നും പൊതുദർശനത്തിന് വെക്കരുതെന്നും പറഞ്ഞത് BJP പ്രവർത്തകർ മാത്രമാണ്. CPM ഭരിക്കുന്ന പാർട്ടി, വടക്കൻ കേരളത്തിലുള്ള മുസ്ലിം ലീഗ്, ഇവരാരും പറഞ്ഞിട്ടില്ല. BJP ആണ് ബോഡി കൊണ്ടുപോകുന്ന തടയാൻ ശ്രമിച്ചത്. അന്ന് വലിയ പ്രശ്നമുണ്ടാകുമായിരുന്നു. ഭാഗ്യത്തിനുണ്ടായില്ല, പോലീസ് കേസെടുത്തില്ല, വേണ്ട പോട്ടെ. പക്ഷേ ബോഡി പൊതുദർശനത്തിന് വെക്കരുതെന്ന് പറയാൻ താങ്കളുടെ പോലീസ് പറയുന്ന കാരണം ആസ് എ ജനറൽ പബ്ലിക് ഈസ് ഒപ്പോസ് ടു ദ മൂവ് എന്നാണ്. ഇവിടെയാണ് BJP പ്രവർത്തകർ ദേശീയ ഗാനം, ദേശീയ ചിഹ്നം, ദേശത്തിനെതിരായ സമരം അതിനുവേണ്ടിയൊക്കെ നിലനിൽക്കുന്നു, പോലീസ് അവരുടെ കൂടെയാണെന്ന സംശയം പലരും ഉന്നയിക്കാൻ കാരണം. എന്തു പറയുന്നു? ഐ ഹാവ് നത്തിങ് ടു സേ. എൻ്റെ പ്രശ്നം, ഒരു ബോഡി പൊതുദർശനത്തിൽ വെക്കുന്നതിനെ തടയുമ്പോൾ പൊതുജനം എതിർക്കുന്നു എന്ന് പറയുകയും ആകെ എതിർക്കുന്നത് BJP മാത്രമാവുകയും ചെയ്യുന്നു. ഈ ബോഡി കൊണ്ടുപോകുന്നത് തടയാൻ BJP ശ്രമിക്കുന്നു. അത് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമായിട്ട് പോലീസ് എന്തുകൊണ്ട് കേസെടുത്തില്ല, ഒരു സംശയം. അതേസമയം കേസ് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ്. കേസ് കനോട്ട് ബി രജിസ്റ്റർഡ് ഇൻ എവറിത്തിങ്. ഒരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടല്ലോ. ദാറ്റ് ദി ലോ ഇസ് വെരി ക്ലിയർ. ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടോ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അറസ്റ്റ് ചെയ്താലും മാത്രം ഇത് തടയാൻ പറ്റുമോ? ദാറ്റ് ഈസ് വൺ ആസ്പെക്ട്. അതർവൈസ് യു ഇഷ്യൂ എ റിസ്ട്രെയിൻറ്റ് ഓർഡർ. ദാറ്റ്സ് ഫൈൻ. അങ്ങനെയാണെങ്കിൽ വേറെ സംശയമുണ്ട്. ഇപ്പോൾ നിലമ്പൂരിൽ പടുക്കയിൽ ഈ സംഭവം നടന്നതിന് ശേഷം AIYF-ൻ്റെ ഒരു വലിയ പ്രകടനം നടക്കുന്നു. 66 പേര്, കൗൺസിലർ ബഷീർ അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇത് പ്ലാൻഡ് മർഡർ ആണെന്ന് പറഞ്ഞാൽ അവർ പ്രകടനം നടത്തിയത്. ആ പ്രകടനത്തിൻ്റെ പോലീസ് കേസെടുത്തു. അല്ല, അതിൽ ഏത് സാന്നിധ്യത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ? അവർ ഒരു തരത്തിലുള്ള വയലൻസും പോയിട്ടില്ല, പ്രകടനമാണ് നടത്തിയത്. അത് പറയാൻ കാരണം ഉത്തരവാദിത്തപ്പെട്ട നേതാവും ഉണ്ടായിരുന്നു. CPI-യുടെ കൗൺസിലറാണ്, ബഷീറാണ്. 66 പേർക്കെതിരെ കേസുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അതിനുശേഷം ഗ്രോ വാസു എന്ന് പറയുന്ന കേരളത്തിലെ ഇവരോട് സിമ്പതൈസർ ആയിട്ടുള്ളൊരു നേതാവ്, ആ നേതാവിന് പ്രകടനം നടത്തി നവംബർ 26-ന് അവർക്കെതിരെയും കേസുണ്ട്. പ്രകടനങ്ങൾക്കെല്ലാം കേസുണ്ട്. പക്ഷേ ബോഡി കൊണ്ടുപോകുന്ന തടഞ്ഞതിന്, ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതിന് കേസെടുത്തിട്ടില്ല. വേറെയും അനുഭവങ്ങൾ വരുന്നു. കഴിഞ്ഞ മാസം നവംബർ 26 ഇതേ സമയത്ത് തന്നെ സമസ്തയുടെ കോർഡിനേഷൻ കമ്മിറ്റി കാസർഗോഡ് പ്രകടനം നടത്തുകയാണ്. ശരീഅത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി എന്ന് പറയുന്ന സംഘടന കാസർഗോഡ്, അവർ ചെയ്തത് ശരീഅത്ത് സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുന്നു. അതിനെതിരെ കേസ് വന്നു. കേസിലൊരു പ്രധാനപ്പെട്ട ചാർജ് വളരെ രസകരമാണ്. പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു, എഴുതി വച്ചിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ക്യൂരിയസ്. ഞാൻ പറയുന്നത്, ഒരു വശത്ത് കേസുകൾ ഒന്നും എടുക്കപ്പെടുന്നില്ല, ഇവിടെ വശത്ത് പ്രകടനം നടത്തിയാൽ കേസ്, പറഞ്ഞാൽ കേസ്, മിണ്ടിയാൽ സെലക്റ്റീവ്. അല്ല, ഞാൻ ബിസിനസ് സപ്പോസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു സബ് ഇൻസ്പെക്ടർ, വാട്ട് പ്രിവെൻറ്റ്സ്
the person. ഒരു കേസ് ഒരാൾ സബ് ഇൻസ്പെക്ടർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ യു ഹാവ് ടു അപ്രോച്ച് ദ സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. അവർ സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ് പറഞ്ഞു എനിക്ക് ഫാക്ട്സ് അറിയില്ലാത്തതുകൊണ്ട് ഹാവ് ദേ ഗോൺ ടു ദ സൂപ്രിൻറ്റൻഡൻറ്റ് ഓഫ് പോലീസ്. ഇപ്പോൾ ദേശീയ ഗാനം കമലിൻ്റെ വീട്ടിൽ നിന്ന് പാടിയത് എല്ലാവർക്കും അറിയാം, നാട്ടിലെല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ദാറ്റ് നോട്ട് കറക്റ്റ്. ഐ am also in Kerala, so I don't know. So you can't say that everybody knows. Second thing is that ഇതിലെ ഒരു ആരൊക്കെ എനിക്കൊരു പരാതിയോ എന്തെങ്കിലും വന്നിട്ടില്ല. സപ്പോസ് സേ ഫോർ എക്സാമ്പിൾ ഇതിലെ അഗ്രീവ്ഡ് പാർട്ടി ആരാണ്? മിസ്റ്റർ കമൽ ഓർ എനിബഡി? വേണമെന്നില്ലല്ലോ, അഗ്രീഡ് പാർട്ടി ആവണമെന്നില്ലല്ലോ. സപ്പോസ് പോലീസ് ചെയ്തിട്ടില്ല, താഴെയുള്ള കണ്ടോൺമെന്റ് പോലീസ് ഓർ മ്യൂസിയം പോലീസ് ചെയ്തിട്ടില്ല, then what is the remedy? Somebody should come with a complaint. ആരെങ്കിലും കംപ്ലൈന്റ് ആയിട്ട് വരണം. പറയണം. Then we will say that why did you not do it? Then അതോ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ യു കാൻ ഗിവ്. ഓക്കെ, ഞാനത് DGP അത് അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ദേശീയ ഗാനം, ദേശദ്രോഹം മുതലായ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും UAPA പോലുള്ള നിയമങ്ങൾ, ദേശദ്രോഹം എന്ന വകുപ്പ് ഇതൊക്കെ അനാവശ്യമായി ചെലുത്തുന്നു എന്നൊരു സംശയം പലർക്കും ഉണ്ട്, ആരോപണമുണ്ട്. ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചാർജ് ചെയ്ത 2 കേസുകൾ. ഒന്ന് രാവുണ്ണി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവിനെതിരെ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു. UAPA ആണ്. രാവുണ്ണി ഇപ്പം അകത്തുപോയി, അറിയാമല്ലോ എങ്ങനെയാണ് രാവുണ്ണിയെ പിടിച്ചതെന്നുള്ളത്. അതിനോട് കൂടെ ഒരു ആദിവാസി യുവതി, അവരും കിടന്നു 4 മാസം. പോസ്റ്റർ ഒട്ടിച്ചതാണ് കേസ്. നിയമം അവിടെ നിൽക്കട്ടെ, പക്ഷേ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണോ UAPA? നോ. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ സർക്കാരാണ് UAPA രാവുണ്ണി അറസ്റ്റ് ചെയ്തല്ലോ, ഇപ്പോൾ രാവുണ്ണി അകത്താണ്? മൈ പോയിന്റ് ഈസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് UAPA. മീഡിയയിലെ ആൾക്കാർക്ക് UAPA പറ്റി ഒരു കാര്യം അറിയില്ല. They have never read it. I asked some of the senior people also. ഇനി മുതൽ UAPA തോന്നിയ പോലെ ആരുടെയും പുറത്ത് പ്രയോഗിക്കില്ല. No, it should. കാര്യത്തിൽ ഈ രാവുണ്ണിയെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കേസ് പഴയതാണ്. അതിനകത്ത് കേസിലെ 5ാം പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പോളിടെക്നിക് ഒരു അധ്യാപകനാണ്. അയാളുടെ പേര് രജീഷ് എന്നാണ്. രജീഷ് ഈ രാവുണ്ണി എന്ന് പറയുന്ന നേതാവിന് കോഴിക്കോട് നളന്ദ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് അയാളുടെ കുറ്റം. അയാളും ഈ കേസിൽ പ്രതിയാണ്. കേസിൽ പ്രതിയാക്കുന്നത് പോട്ടെ, പ്രതി മാത്രമാണല്ലോ. പക്ഷേ അയാളിപ്പോൾ സസ്പെൻഷനാണ്. കാരണം കോഴിക്കോട് പോലീസ് അധികാരി കൺസേൺഡ് വകുപ്പിന് എഴുതിയിരിക്കുകയാണ്, ഇയാൾ UAPA അടക്കമുള്ള കുറ്റങ്ങൾ വരെ ചാർത്തപ്പെടാൻ സാധ്യതയുള്ള ഒരു വളരെ ഗുരുതരമായ കേസിലെ പ്രതിയാണെന്ന് പറഞ്ഞു. അയാൾ സസ്പെൻഷനിലാണ്. ഇപ്പോൾ ഏത് രീതിയിൽ അങ്ങനെ ലെറ്റർ പോയി, അത് ഐ ആം വെരി സർപ്രൈസ്ഡ്. എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടെ പറയാം. ഈ FIR രജിസ്റ്റർ ചെയ്തത് December 15 ഈ കത്ത് പോയത് 29 നവംബറിലാണ്, ബിഫോർ ദ FIR. ഇതാണെങ്കിൽ വളരെ വളരെ വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. 29 കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ സമയത്ത് എന്തിന് കത്തെഴുതണം? That I don't know. ഇങ്ങനെയാണ് പോലീസ് ചിന്തിക്കുന്നത്. I do not know. പോലീസിംഗിൽ ഈ തീവ്രവാദികൾ, തീവ്രവാദ പ്രസ്ഥാനം, തീവ്രവാദത്തെ സഹായിക്കുന്നവരെ കുറിച്ച് ഒരു വല്ലാത്തൊരു ഭയമുണ്ട്. അതാണ് ആളുകളെല്ലാം സംശയിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും സംശയത്തിന് മുന്നിൽ കാണുകയും ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെന്ന് തോന്നിയാൽ അപ്പം തന്നെ UAPA whatever അത് ചാർജ് ചെയ്യുക എന്നുള്ളതാണോ പ്രശ്നം? I cannot change the history. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നക്സലൈറ്റുകളുടെ വേട്ട നടന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടിയിലെ സംസ്ഥാന നേതാവ് തന്നെ, സംസ്ഥാന സെക്രട്ടറി തന്നെ പോലീസിനെതിരെ രംഗത്ത് വന്നു. ദേശീയഗാന വിഭാഗത്തിൽ CPIM ഭരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി രംഗത്ത് വന്നു. DGPക്ക് മുകളിൽ വല്ലാത്തൊരു പ്രഷറുണ്ടോ? ഇല്ല. I actually take it that I am a law enforcer. In democracy, ആൾക്കാർക്ക് everybody is entitled to have a view. Jimmy is also having a view. I also have, as Loknath Behra, I have a view. But as DGP, I am to think only straight line. That is what is the law. The law says this. I have to now say that ഈ പാർട്ടിയോ മറ്റേ പാർട്ടിയോ ഈ കാര്യങ്ങളെ ഞങ്ങൾ നോക്കാൻ കാര്യമല്ല. അത് as far as I am concerned. And I try to imbibe that. ഈ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർക്ക് ഞാൻ എല്ലാ സമയത്ത് പറയുന്നുണ്ട്. ഗോ സ്ട്രിക്ട്ലി ബൈ ദി ലോ ഓഫ് ദ ലാൻഡ്. അതിലെ ലോ ഈസ് ബ്ലൈൻഡ്. CPM ഈ കാര്യത്തിൽ DGP CPM പറയുന്ന പോലെയല്ല, സർക്കാരിൻ്റെ നയമല്ല, അല്ലെങ്കിൽ മുന്നണിയുടെ നയമല്ല നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് DGPയെ മാറ്റണം എന്ന് പോലും പലരും പല സൈഡിൽ നിന്ന് പറഞ്ഞതായി കേൾക്കുന്നു. I am a